വെള്ള ചട്നിയാണ് നോക്കുക. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മതം മാറിയ ഇഡ്ഡലിയാണ്. തെറ്റിദ്ധരിക്കരുത്. നമ്മളിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വൈകിട്ട് എടുത്ത് വെച്ച് രാവിലെ നമ്മളത് വേസ്റ്റ് ആക്കിയിട്ട് കളയുക ചെയ്യുക. പക്ഷെ നമ്മളത് കളയണ്ട. അതിന് ഞാൻ പൂ പോലെ ഒരു ഉപ്മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇഡ്ഡലിയാണ്. അപ്പോൾ നമുക്ക് തലേനാളത്തെ ഇഡ്ഡലി ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ പുതിയ ഇഡ്ഡലിയാണ് ഒഴിക്കാൻ പോണത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അമ്മ ഇഡ്ഡലി പാത്രം വെച്ചു കൊടുത്തു. ഇഡ്ഡലി പാത്രം വെച്ചു കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ ഇതിൽ ഓട്ടയൊന്നുമില്ല, തുണിയല്ലേ വെച്ചുണ്ടാക്കണേ. നമ്മൾ നേരിട്ട് ഇതിൽ ഒഴിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഇതേപോലത്തെ ഇഡ്ഡലി പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമായി. നോക്കിക്കോളൂ, ഞാൻ ഇതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. നമുക്ക് എടുക്കാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നതിൽ വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് എന്ത് എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. എല്ലാവരും വെളിച്ചെണ്ണ ഉപയോഗിക്കണമെന്നില്ല, നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്. എന്തെണ്ണ വേണമെങ്കിലും തേച്ച് കൊടുക്കാം. ഞാൻ തേച്ച് കൊടുക്കാം. എല്ലാവരും തുടയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്ന് കുടഞ്ഞാലും മതി. നമ്മൾക്ക് ഇതിലേക്ക് ഈസിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇതിലൊക്കെ പിടിക്കും, അത് കാരണമാണ്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ തട്ടിലും ഒഴിച്ചു കൊടുക്കുക, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കോളൂ. മൂടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വേവട്ടെ. അപ്പൊ നമുക്ക് ഇഡ്ഡലി ഒന്ന് വെന്താ നോക്കാം. ഇഡ്ഡലി നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിടാം. ഇത് നന്നായി ഒന്ന് ചൂടാറണം. അപ്പൊ ഒന്നെടുത്ത് പുറത്ത് വെക്കാം. ഇപ്പൊ എണ്ണ തേച്ചത് കൊണ്ട് ഞാൻ എത്ര സിമ്പിളായിട്ട് എടുക്കണമെന്ന് കാണിച്ചു തരാം. അപ്പൊ നോക്കിക്കോളൂ, എണ്ണ തേച്ചാൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ കിട്ടും വേഗം. എന്താ ഇത് നോക്കിക്കോളൂ, ഇതിൽ ഒന്നുമില്ല, കണ്ടില്ലേ? അതാ ഞാൻ എണ്ണ തേക്കാൻ പറയുന്നത്. ഇഡ്ഡലി തന്നെ നോക്കിക്കോളൂ, ഇങ്ങനെ അമത്തിയ ഉള്ളിക്ക് പോകണം, പൊങ്ങി വരുന്ന. അതാണ് ഇഡ്ഡലിൻ്റെ പവർ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഞാനിവിടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞു. ഇഡ്ഡലി ഇത് ഇന്നത്തെ ഇഡ്ഡലിയാണ്. ഞാൻ ഇന്നലത്തെ ഇഡ്ഡലി വെച്ചിട്ടാണ് ചെയ്താൽ നന്നായിട്ടുണ്ടാവും. ഇത് വെച്ചാലും നന്നായിരിക്കും. ഇന്നലത്തെ ഇഡ്ഡലി കൊണ്ട് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്തിരി കഴിക്കാൻ ചിലവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇന്നത്തെ ഇഡ്ഡലി വെച്ചിട്ട് ഉപ്മാവ് തയ്യാറാക്കുകയാണെങ്കിൽ ഇങ്ങനെയും നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. ഇന്നലത്തെ കുഴപ്പമൊന്നുമില്ല ഞാൻ പറയണത്, പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. ഇന്നിപ്പോൾ ഇത് ഇത്തിരി നല്ലപോലെ ചൂടാറണം. അത് പക്ഷെ പൊതുവേ നമ്മുടെ ഇഡ്ഡലി ഇത്തിരി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പൊടിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നോക്കിക്കോളൂ, ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ പിടിക്കുക, എണ്ണ തേക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ചൂടാറട്ടെ. അപ്പോൾ ഇഡ്ഡലി നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിനെയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഓരോന്നും നമുക്ക് കഴിക്കേണ്ട ലെവലിലേക്ക് ഇങ്ങനെ പൊടിച്ചാൽ മതി. നല്ല മയമുള്ള ഇഡ്ഡലി കൊണ്ടാണ് ഇങ്ങനെ പൊടിക്കാൻ കിട്ടാത്തത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് പൊടിക്കാൻ ഈസി ആവണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് വേഗം പൊടിക്കാൻ കിട്ടും. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഒന്ന് തണുത്ത് കിട്ടിയാൽ വേഗം പൊടിക്കാൻ കിട്ടും. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നമ്മുടെ പൊടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കടുക് തളിക്കാം. നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. നിങ്ങൾക്ക് എന്തെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പച്ചക്കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂണ്. അത് നല്ല ചൂടായ ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് സിമ്മിൽ വെക്കണം. വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6-7 എണ്ണം ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 2 തണ്ട് കറുവപ്പല. ഇനി നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് കൊട്ടിക്കൊടുക്കാം. ഇത് നല്ല ഈ ചട്ടി ചൂടുള്ളത് കൊണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇളക്കി കൊടുക്കാം. അത്രേ വേണ്ടുള്ളൂ.
നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഈ ചട്ടി നല്ല ചൂടുണ്ടാവും, അത് കാരണമാണ് ഞാൻ ഗ്യാസ് കത്തിക്കാത്തത്. നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് ചട്നിയും കൂട്ടി കഴിക്കാൻ. ഇത്രയും എളുപ്പമുള്ള പണിയാണ് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അതായത് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുക, ഇന്നലെ ഉണ്ടാക്കിയതാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇത് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് വേറെ പാത്രത്തിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇഡ്ഡലി ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാബുവിന് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം. ബാബു ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇഡ്ഡലി ബാക്കി വന്നാൽ കളയണ്ട. ഇങ്ങനെ സാരാംശം ഞാനൊന്ന് എടുത്തു തന്നാലോ? അതെ, കുറച്ച് ഇതിലേക്ക് ഇടുക. ഒക്കെ കഴിക്കുക. നല്ല ചേലുള്ള നല്ല ഉപ്പുമാവ് അല്ലേ? നമ്മുടെ മുളകും കടലയും കറിവേപ്പിലയും എല്ലാം. ചട്നിയൊക്കെ നിന്റെ ആവശ്യത്തിന് എടുത്തോ. നല്ലപോലെ വെള്ള ചട്നിയാണ്. കുറച്ച് സൈഡില് വെള്ള ചട്നിയാണ്, നോക്കിയോ. നല്ല കിടുക്കാച്ചി ഇഡ്ഡലി ഉപ്പുമാവും പിന്നെ നല്ല അടിപൊളി ചായയും. ഇതാണ് ഇത് കോമ്പിനേഷൻ അല്ലേ? സൂപ്പർ ആയിരിക്കും രാവിലത്തെ ഫുഡ്. നല്ല കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ബാക്കി വന്ന ഇഡ്ഡലി ഇനി കളയോ? പച്ചക്കടലപ്പരിപ്പല്ലേ ഇട്ടിരിക്കുന്നത്? പച്ചക്കടലപ്പരിപ്പ് ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് സൂപ്പർ ആയിട്ട് ഒരു വെറൈറ്റി വിഭവമാണ്. ഞാനത് ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇനി ഇഡ്ഡലി ബാക്കി വന്നാൽ കളയണ്ട. ഇഡ്ഡലി ബാക്കി വന്നാൽ കളയേ വേണ്ട. സൂപ്പർ ആയിട്ട് ഇതുപോലെ പൊടിച്ച് നല്ല കിടുക്കാച്ച് ഉപ്മാവ് ഉണ്ടാക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമന്റ്സിലൂടെ അറിയിക്കുക. ഒരു നേരത്തെ ഭക്ഷണമായി. നമുക്കിപ്പോ ഇഡ്ഡലി വേസ്റ്റ് ആയിട്ട് അല്ല, വേസ്റ്റ് അല്ല പറയാ, ഇഡ്ഡലി ഉണ്ടായെന്ന് വെച്ചാൽ ഇതുപോലെ പൊടിച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ അടിപൊളിയായിരിക്കും. കാലത്താണെങ്കിലും ശരി, വൈകിട്ടാണെങ്കിലും ശരി, എപ്പോഴാണെങ്കിലും ശരി, ഏത് നേരത്താണെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഫുഡാണല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയുക. കിടക്കാഴ്ച ആയിട്ട് സൂപ്പർ ആയിട്ട് വെറൈറ്റി ആയിട്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽബട്ടൺ കൊടുക്കുക. എന്നാലും അടുത്ത കിടക്കാഴ്ച വീഡിയോ കാണാൻ പറ്റുള്ളൂ. ഇഡ്ഡലിന്റെ വേറെ ഒരു വിഭവമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പാടിക്കിച്ചിട്ട് ബൈ.